ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഗേറ്റിൻ്റെയും CSIR നെറ്റിൻ്റെയും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ടോപ്പിക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിലബസിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന പാർട്ടിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നോക്കുന്നത്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, റിലേറ്റിവിസ്റ്റിക് കൈനമാറ്റിക്സ്, മാസ് എനർജി ഇക്വലൻസ്, അപ്പം അതിനെക്കുറിച്ചൊക്കെ അതായത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് മിസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് അറിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ സിലബസ്. ഇതിൽ പകുതിയൊക്കെ നമ്മൾ ലഗ്രാഞ്ച് ആൻഡ് ഫോർമുലേഷൻസിൻ്റെ പകുതി പാർട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക. ബാക്കി ക്ലാസ്സുകൾ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ദിസ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫിസിക്സിലെ. അതായത് നമ്മൾ ഡെയിലി കാണുന്ന ഫിസിക്സിൽ നിന്ന് മാറി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ദാറ്റ് സ്പെഷ്യൽ തിയറി അല്ലേ, പേര് തന്നെയാണ്. ദിസ് ഇസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റീനെ പറയാനായിട്ട് എങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് സ്പീഡെന്ന് പറയുന്ന ഒരു കൺസിഡറേഷനിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതായത് സത്യം പറഞ്ഞാൽ സ്പീഡെന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ ഇവിടെ വരുമ്പോഴാണ് ശരിക്കും ഇവിടെ റിലേറ്റിവിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് റിലേറ്റ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. റിലേറ്റ് എന്നാണ് പറയുക, റിലേറ്റ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ അടുത്തെങ്കിലും എത്തണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് ശരിക്കും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. പക്ഷെ അത് വളരെ തെറ്റാണ്. അങ്ങനെയല്ല. ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ ഏതായാലും ഒരു കാര്യങ്ങൾക്കും, അതായത് 3 × 10⁸ എന്ന് പറയുന്ന സ്പീഡിൽ ഒരിക്കലും ഒരു വസ്തുവിനും സഞ്ചരിക്കാനായിട്ട് പറ്റില്ല. ലൈറ്റിന് മാത്രമേ പറ്റൂ. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ റിലേറ്റിവിറ്റി പറയാൻ പറ്റൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, റിലേറ്റിവിറ്റി കടന്നു വരുന്നിടത്തെല്ലാം റിലേറ്റീവ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് c എന്ന് പറയുന്നൊരു കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ലൈറ്റിൻ്റെ അതേ സ്പീഡല്ല, പക്ഷേ ഏറ്റവും ലൈറ്റിനോട് ചേർന്ന സ്പീഡ് അല്ലെങ്കിൽ കുറച്ച് ഹൈ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ് സത്യം പറഞ്ഞാൽ ഇത് പഠിക്കുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ സഞ്ചരിക്കണം നിർബന്ധമില്ല, പക്ഷെ ഒരു ഹൈ സ്പീഡ് സഞ്ചരിക്കുമ്പോൾ മാത്രമേ റിലേറ്റിവിറ്റി നമ്മുടെ കണ്ണിൽ കറക്റ്റായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ആദ്യം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് നോക്ക്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇത് പ്രപ്പോസ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 1905 ഇതൊക്കെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. റെവല്യൂഷനൈസ്ഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്പേസ് ടൈം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ തിയറി പോലെ പഠിക്കുന്ന കാര്യമല്ല, നമ്മൾ നന്നായിട്ട് ഇമാജിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളോട് ചോദിക്കുവാണ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ടൈമിനെയും സ്പേസിനെയും മോഷനെയും കുറിച്ച് പറയുന്നതാണ്. അതായത് ഇതിൻ്റെ പാർട്ട് 1 മിസ് ദ ബ്യൂട്ടി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആദ്യത്തെ കാലത്ത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ന്യൂട്ടൺസിൻ്റെ ലോ എല്ലാം ഒബേ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ. അപ്പോൾ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ ഫോഴ്സിനെയും നമ്മൾ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ ഫോഴ്സിനെയും ഒരു ഫോഴ്സിനെ പോലും നെഗ്ലക്റ്റ് ചെയ്യാതെ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ പാടായതുകൊണ്ട് ലഗ്രാഞ്ചൻ ഹാമിൽട്ടോണിയൻ മെക്കാനിക്സിലെ ഡൈനമിക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം മിസ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കാലങ്ങൾ കഴിയും തോറും ലൈറ്റിൻ്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾസിന് നോർമൽ ക്ലാസിക്കൽ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആ സമയത്താണ് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ മോഷൻ അതുപോലെ തന്നെ സ്പീഡ്, ടൈം പോലെയുള്ള കാര്യങ്ങൾക്കൊരു പുതിയ ഒരു ഡെഫിനിഷനാണ് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്.
ഓക്കെ. അപ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ സ്പേസ് ടൈം മോഷനെക്കുറിച്ചൊരു റെവല്യൂഷനായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ വേ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് തരുന്നത്. ഓക്കെ. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ദ ലോസ് ഓഫ് ഫിസിക്സ് ബിഹേവ് വെൻ ഒബ്ജക്ട്സ് മൂവ്സ് അറ്റ്. കണ്ടോ, ദിസ് ഈസ് ആക്ച്വലി ഇത്രയത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന്. ഇത് എന്തിനെക്കുറിച്ച് പറയാൻ, ഇത് ബിഹേവ് വെൻ ഒബ്ജക്റ്റ് മൂവ് അറ്റ് കോൺസ്റ്റൻറ്റ് ഹൈ സ്പീഡിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊരു ഐഡിയ നമുക്ക് കിട്ടും, എസ്പെഷ്യലി ക്ലോസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതായത് ഇത്ര മാത്രം എൻ്റെ മക്കൾ ഓർത്താൽ മതി. നമുക്ക് ഓൾറെഡി ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് ഇപ്പം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ, അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കാറ് പോകുന്നു, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസിക്കൽ വെച്ച് പറയാൻ പറ്റും. അതേസമയം ഭയങ്കര സ്പീഡിൽ പോകുന്ന, അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു കാര്യത്തിനെ നമുക്ക് നോർമലി മെഷർ ചെയ്യാനായിട്ട് വളരെ പാടാണ്. ആ സമയത്താണ് റിലേറ്റിവിറ്റി കയറി വരുന്നത് എന്ന് ഓർക്കുക. ഓക്കെ. ഇനി ഒന്ന് നോക്കിയേ, വൈ വാസ് ഇറ്റ് നീഡഡ്. അപ്പോൾ ഇത് എന്തിനാവശ്യം, അത് മിസ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഐൻസ്റ്റീന് മുമ്പ് ഫിസിക്സ് ബേസ് ചെയ്തിരുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരുന്നത് ടൈമും സ്പേസും അബ്സല്യൂട്ടാണ്. അബ്സല്യൂട്ട് എന്ന് പറയുന്നത് ടൈമും സ്പേസും ഫിക്സ് ആണ്. വെലോസിറ്റി സിംപ്ലി ആഡപ്പ്. ഓക്കെ, അതിനെക്കുറിച്ച് മിസ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതിലിപ്പം എവിടെ വെച്ചിട്ടാണ് എക്സാമ്പിൾസ് പറഞ്ഞു തുടങ്ങേണ്ടത്? ഓക്കെ, നമുക്ക് ഏതായാലും പോസ്റ്റ്ലേറ്റ്സ് വരുന്നുണ്ട്, ആ സമയത്ത് മിസ് എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ ഏതായാലും ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാലും നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഇതിൻ്റെ നിങ്ങൾക്കൊരു അർത്ഥം മനസ്സിലാവും കേട്ടോ. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ ഓർത്ത് വെക്കേണ്ടത് 2 പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട് ഐൻസ്റ്റീൻ്റെ. ദ ലോ ഓഫ് ഫിസിക്സ് ആർ ദ സെയിം ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫ്രെയിം ഓഫ് റെഫറൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിവിടെ എഴുതിയിട്ടുണ്ടോ? ഓക്കെ, അത് പറയാവേ. നോക്കിക്കേ, ഇതാദ്യം നോക്കിക്കേ. നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എപ്പോഴും പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിംസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിംസ് അവിടെ നിൽക്കട്ടെ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം ഈ ഡ്രോയിങ് കണ്ട് പേടിക്കേണ്ട. ഇത് എന്താണെന്ന് വെച്ചാൽ മിസ് ഉദ്ദേശിച്ചത് ഇതൊരു ട്രെയിനാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ കുറിച്ച് പറയാനായിട്ട് 2 ആൾക്കാരുണ്ട് കേട്ടോ. ഇയാളുടെ പേര് അലക്സ് എന്നും ഈ ട്രെയിനിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുടെ പേര് സിയ എന്നുമാണേ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സിയ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന, നോർമലി ഒരു കാറ് പോകുന്ന വേഗതയെക്കാട്ടിലുമാണ് ട്രെയിൻ പോകുന്നത് അല്ലേ. അപ്പോൾ അത് ഹൈ സ്പീഡാണ്. അപ്പോൾ വളരെ സ്പീഡിൽ പോകുന്ന ഒരു കാറിൻ്റെ അകത്താണ് നമ്മുടെ സിയ ഇരിക്കുന്നത്. അപ്പോൾ സിയയുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിപ്പം റീൽസിലൊക്കെ നമ്മൾ കാണത്തില്ലേ POV എന്ന് വെച്ചാൽ എന്താ, പോയിൻ്റ് ഓഫ് വ്യൂ. ശരിക്കും നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിനെയാണ് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെ സിയ അപ്പോൾ എന്ത് ചെയ്യുക, ട്രെയിനിൻ്റെ അകത്തേക്ക് ട്രെയിനിൻ്റെ അകത്ത് ഇരുന്ന്, ഹൈ സ്പീഡുള്ളൊരു ട്രെയിനിൻ്റെ അകത്ത് ഇരുന്ന് പോവാം. അപ്പോൾ സിയ വിചാരിക്കുന്നത് ഞാൻ റെസ്റ്റിലാണ് ഇരിക്കുന്നത്, ഞാൻ പുറത്ത് കാണുന്ന അപ്പം പല പ്ലാറ്റ്ഫോം താണ്ടിയാണല്ലോ ട്രെയിൻ സഞ്ചരിക്കുക. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് സിയ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി അലക്സ് എന്ന് പറയുന്ന ആൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക. അപ്പോൾ അലക്സ് കാണുന്നുണ്ട് അതിവേഗതയിൽ ഒരു ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്, അതിൻ്റെ അകത്ത് സിയ ഇരിക്കുന്നു. അപ്പോൾ അലക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സിയയാണ് അതിവേഗതയിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇവരുടെ രണ്ടിൻ്റെയും പോയിൻ്റ് ഓഫ് വ്യൂ വ്യത്യാസം വന്നു, മനസ്സിലായോ? അതായത് അലക്സ് എവിടെ ഇരുന്നുകൊണ്ടാണ് സിയ ട്രാവൽ ചെയ്യുന്നത് കാണുന്നത്? പ്ലാറ്റ്ഫോം. അപ്പോൾ അലക്സിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമാണ്. ഇനി സിയ എവിടെ ഇരുന്നുകൊണ്ടാണ് അലക്സ് അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമാണ് മൂവ് ചെയ്യുന്നതെന്ന് കാണുന്നത്? സിയ ട്രെയിനിൻ്റെ അകത്തിരുന്ന്. അപ്പോൾ സിയയുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ട്രെയിനാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല. അത് ഓരോരുത്തരുടെ പൊസിഷൻ അല്ലെങ്കിൽ ഓരോരുത്തരിയ്ക്കുന്ന സ്പേസ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ട്രെയിനിൽ പോകുന്ന കാര്യം നമ്മൾ എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ്. ചിലർ പറയത്തില്ലേ, നമ്മൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയത്തില്ലേ, ഇതേ മരം പോകുന്നത് പോലെ തോന്നുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ.
അപ്പം അതിൻ്റെ നമ്മൾ റെസ്റ്റ് ഇനേർഷ്യയിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. ഇത് വെളിയിൽ കാണുന്നത് ഇങ്ങനെ ഓടിപ്പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതെന്ന് പറയുന്നത് അവിടെ ഒരു ഹൈ സ്പീഡ് വന്നു. അപ്പോൾ അവിടെ റിലേറ്റിവിറ്റിയാണ് സത്യം പറഞ്ഞാൽ അവിടെ വരുന്നത്. ഇപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ, വേറൊരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു ഹൈ സ്പീഡിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഹൈ സ്പീഡിലുള്ള ഒരു സംഭവം അതിനെ വേറൊരാൾ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ശരിക്കും റിലേറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലേറ്റിവിറ്റി. ഇത് ഏറ്റവും ബേസിക്കായിട്ട് മിസ്സ് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. ഒരു ഹൈ സ്പീഡിൽ പോകുന്നൊരു കാര്യം ഒരാൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് വ്യത്യാസങ്ങളുണ്ടാവും. റെസ്റ്റിലിരുന്ന് അല്ലെങ്കിൽ നോർമലി പോകുന്ന ഒരു ലോ സ്പീഡിൽ പോകുന്ന ഒരു വസ്തുവിനെ നമ്മൾ മെഷർ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. എപ്പോഴും ഹൈ സ്പീഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമ്മൾ റിലേറ്റീവ് എന്നുള്ളൊരു വാക്കുകൂടെ ചേർത്തേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഹൈ സ്പീഡ് വരുമ്പോൾ ഒരിക്കലും ഒറിജിനലായിട്ടുള്ള കാര്യത്തെ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമാണ്. ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ ഈ കൺസെപ്റ്റിനെ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഫ്രെയിം ഓഫ് റെഫറൻസ് കണ്ടു. ഇനി എപ്പോഴും ഓർത്തോണം, തിയറി ഓഫ് റിലേറ്റിവിറ്റി എപ്പോഴും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. എവിടെയെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, എക്സാമൊക്കെ പാസ്സായിട്ട് നമ്മൾ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നമ്മളോട് ചോദിക്കും, വളരെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. അപ്പോൾ സ്പെഷ്യൽ തിയറി എപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്താണ്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ചാൽ, ഇനേർഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? ഇനേർഷ്യൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെലോസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. നോ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇല്ല അവിടെ, പക്ഷേ എന്തുണ്ട്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെലോസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണ്. അപ്പോൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിലല്ല സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് മിസ് എഴുതിയേക്കുവാണ്, എ പ്ലേസ് വേർ ഒബ്സർവേഷൻസ് ആർ മെയ്ഡ്. അപ്പോൾ എവിടെ നിന്നുകൊണ്ടാണ് ഒബ്സർവേഷൻസ് നടത്തുന്നത് അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മുടെ അലക്സ് ഒബ്സർവ് ചെയ്തത് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഓൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ സിയ ഈ മൂവ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ ഒബ്സർവ് ചെയ്തത് ട്രെയിനിൻ്റെ അകത്തിരുന്നത്. അപ്പോൾ സിയയുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ അകമാണ്. ഇൻ ഫിസിക്സ് എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് റെപ്രസെൻറ്റ് ബൈ കോർഡിനേറ്റ് സിസ്റ്റം. അത് നമുക്കറിയാം, കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെച്ച് മാത്രമേ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതുപോലുള്ള കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ നമ്മൾ വരയ്ക്കും. അതുകൂടെ ഓർത്തോണം കേട്ടോ. ഈ ഫ്രെയിം ഓഫ് റെഫറൻസിനെ എങ്ങനെയാണ് മിസ്സേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വിച്ച് ഈസ് ആക്ച്വലി റെപ്രസെൻറ്റഡ് ബൈ ദ കോർഡിനേറ്റ് സിസ്റ്റം. ഇൻ ഫിസിക്സ് അങ്ങനെയാണ് അല്ലേ. ഇനി ഇനേർഷ്യൽ ഫ്രെയിംസ് ഓൺലി ദോസ് മൂവിങ് അറ്റ്. അപ്പം ഇനേർഷ്യൽ ഫ്രെയിമിലാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫ്രെയിമുകൾ ഇനേർഷ്യൽ ഫ്രെയിം ആണെന്ന് പറയണമെങ്കിൽ അവർ റെസ്റ്റിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായിരിക്കണം മൂവ് ചെയ്യുന്നത്. കണ്ടോ, വാട്ട് ഫ്രെയിം ഡസ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഡീൽ വിത്ത് എന്ന് ചോദിക്കുമ്പോൾ ഇനേർഷ്യലാണ്. ഇനി നോൺ ഇനേർഷ്യൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞു ഇനേർഷ്യൽ എന്ന് പറയുമ്പോൾ നോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോൺ ഇനേർഷ്യൽ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവും, ഓർ ഒരു പെർട്ടിക്കുലർ റൊട്ടേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്രയുമൊക്കെ മനസ്സിലാക്കിയാൽ മതി മാക്സിമം കൺസെപ്റ്റുകൾ. നിങ്ങൾ എക്സാമ്പിളും എന്ന് വെച്ചാൽ ഈ വാചകമൊന്നും പഠിക്കേണ്ട, പക്ഷേ ഇത് എന്താണെന്ന് എൻ്റെ മക്കളൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയും പോസ്റ്റുലേറ്റ്സ് പറയുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റുലേറ്റ്സിലേക്ക് വരാം കേട്ടോ. എല്ലാവരും ആദ്യം പോസ്റ്റുലേറ്റ്സ് ആണ് പറഞ്ഞു തരിക, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോസ്റ്റുലേറ്റ്സിലേക്ക് വരാവേ. ഇനി നോക്കിയേ, ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ മിസ് പറഞ്ഞു ആദ്യം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹൈ സ്പീഡ്, അല്ലെങ്കിൽ സ്പീഡ് റിലേറ്റീവ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് എന്നുള്ളതാണ്. ഇനിയും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഉറക്കത്തിൽ ചോദിച്ചാലും പറയേണ്ട രണ്ടല്ല ഒത്തിരി കൺസെപ്റ്റുകൾ നമ്മളിപ്പോൾ നോക്കും. അതിൽ രണ്ട് കൺസെപ്റ്റുകൾ ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, പറയാൻ പോവാണ്. അതിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ടൈം ഡയലേഷനും, ഒത്തിരി തവണ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അതുപോലെ തന്നെ ലെങ്ത് കൺട്രാക്ഷനും. ഇതെപ്പോഴും നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റാണ്, പക്ഷെ എപ്പോഴും നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇനി മറക്കാതിരിക്കാൻ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഓരോന്നിനെയും പെട്ടെന്നൊന്ന് നോക്കാം. അപ്പം ഇതിനായിട്ട് ടൈം ഡയലേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ മിസ്സ് പറയാണ്, ഇപ്പോൾ എർത്ത് എന്ന് എടുത്തോ, എർത്തിലൊരു ഒബ്സർവർ ഉണ്ട്. ഓക്കെ, എർത്ത് അല്ലെങ്കിൽ വേണ്ട, നോക്കട്ടെ ഒരു മിനിറ്റ്, കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, എനിവേ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ട്. ഓക്കെ, ഒരു സ്പേസ് ഷിപ്പ്
മിസ്സ് പറയുകയാണെങ്കിൽ സ്പേസ് ഷിപ്പ് ഹൈ വെലോസിറ്റിയിലാണ്, ഹൈ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ലൈറ്റിൻ്റെ ഏകദേശം അല്ലെങ്കിൽ ക്ലോസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റിലാണ് ഈ സ്പേസ് ഷിപ്പ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പേസ് ഷിപ്പ് ഇങ്ങനെ, ദിസ് ഇസ് ലൈക്ക് ആൻ ഐസ്ക്രീം റൈറ്റ്. ഓക്കെ, എനിവേ ഒരു സ്പേസ് ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റോ ഒരു ആസ്ട്രോണമറോ എനിവേ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരാളുണ്ട്. അപ്പോൾ ആളുടെ കയ്യിൽ ഒരു മൂവിങ് ക്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഒരു സ്പേസ് ഷിപ്പ് നല്ല സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് പറഞ്ഞു ഹൈ സ്പീഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു മൂവിങ് ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ക്ലോക്ക് ഇങ്ങനെ ടിക്ക് 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 എന്ന് പറഞ്ഞ് സമയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഒബ്സർവർ താഴെ നിൽപ്പുണ്ട്, മേ ബി എർത്തിലായിരിക്കാം അല്ലെങ്കിൽ സംവെയർ. ഓക്കെ, അപ്പം ഓൻ്റെ കയ്യിലും ഒരു മൂവിങ് ക്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ ക്ലോക്കിൽ പുള്ളി കാണുന്ന സമയമെന്ന് പറയുന്നത്, ഇപ്പം മിസ് പറയാണ്, സേ 5 PM എന്നാണ് പുള്ളി കാണുന്നതെന്ന് വെച്ചോ. പക്ഷേ അപ്പം പുള്ളി കണ്ടു ഇപ്പോൾ 5 PM, അത് മിസ് എക്സാമ്പിളിന് വേണ്ടി ആ ഒരു പെർട്ടിക്കുലർ ടൈം പറയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ടൈം കണ്ടു. ഇനി ഓൻ ആ സ്പേസ് ഷിപ്പിലുള്ള ആളുടെ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അതിനേക്കാട്ടിലും സമയം കുറവായിരിക്കും. അതായത് 5 PM സമയം കുറവായിരിക്കും. ഇതിന് ഏത് സ്പീഡിലാണോ സഞ്ചരിക്കുന്നത് അതനുസരിച്ച് അത്രയും മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത്ര സ്പീഡിലല്ലെങ്കിൽ ചെറിയൊരു ഡീവിയേഷനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഹൈ സ്പീഡിലാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഡീവിയേഷൻസ് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റും. ഇപ്പോൾ ഹൈ സ്പീഡിൽ മാത്രമേ നമുക്ക് സത്യം പറഞ്ഞാൽ റിലേറ്റിവിറ്റി കാണാനായിട്ട് പറ്റുള്ളൂ. ഇതൊരു കോമൺ സെൻസ് അല്ല, ബട്ട് ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഹൈ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ടൈമിനൊരു ഡൈലേഷൻ വന്നു. ഇപ്പോൾ വേറൊരു ഇത് പറയട്ടെ മിസ്സ്, അതായത് നമുക്ക് വീക്കെൻഡുകളുണ്ടല്ലോ, മൺഡേ തൊട്ട് സൺഡേ വരെ നമുക്ക് വീക്കെൻഡ്സ് വീക്കെൻഡ്സ് അല്ല, നമുക്ക് ഓരോ വീക്ക് ഉണ്ടല്ലോ, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ. അപ്പോൾ ഈ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെയുള്ള ദിവസങ്ങൾ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് പഠിക്കാൻ പോകണോ, സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, എല്ലാം ഭയങ്കര ബോറായിട്ടുള്ള ദിവസങ്ങൾ, അല്ലെ ബോറായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സമയമെന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ചിങ്ങനെ പതിയെ പോകുന്നതായിട്ടാണോ നമുക്ക് തോന്നുന്നത്? അല്ലേ, പതിയെ പോകുന്നതായിട്ട് തോന്നും. അതേസമയം സൺഡേയും സാറ്റർഡേയും ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് സമയം പോകുന്ന പോലെ തോന്നും. സത്യം പറഞ്ഞാൽ സമയം അങ്ങനെ പോകുന്നുണ്ടോ? എല്ലാ ദിവസവും കറക്റ്റ് അവർ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്ക് തോന്നും മൺഡേ ടു ഫ്രൈഡേ എന്ത് ബോറാ, ഈ സമയമൊന്നും പോകുന്നില്ലല്ലോ, ബെല്ലടിക്കണില്ലല്ലോ. അതേസമയം സാറ്റർഡേ സൺഡേ എല്ലാ കാര്യവും ചെയ്ത് ഓടി നടന്ന് പിറ്റേ ദിവസം സ്കൂളിലോ കോളേജിലോ പോകേണ്ടത് പെട്ടെന്നാകും. എന്നാൽ സമയം പെട്ടെന്ന് പോകുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു സെയിം ഒരു കൺസെപ്റ്റിനെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിവേ ഇത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. സ്പേസ് ഷിപ്പിൻ്റെ കാര്യം എൻ്റെ മക്കളൊന്ന് ഓർക്കുക. അപ്പോൾ ടൈം ഡൈലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൈ സ്പീഡിൽ പോകുമ്പം സമയം കുറയും. ഇതിൻ്റെ കൂടെ തന്നെ ഇത് പറഞ്ഞപ്പോൾ ട്വിൻ പാരഡോക്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത് 2 ട്വിൻസ് ഉണ്ട്. ഒരു ട്വിന്ന് എർത്തിൽ തന്നെ നിൽക്കുന്നു, ഒരു ട്വിൻ ഒരു റോക്കറ്റിൽ കയറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ ഒരു വെഹിക്കിളിൽ കയറിയിട്ട് സ്പീഡ് ഓഫ് ലൈറ്റിന് ക്ലോസ് ആയിട്ട് ഒരു വെലോസിറ്റിയിൽ ഭൂമിയുടെ വെളിയിലേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുവാണ്. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ആ സ്പേസ് ഷിപ്പിലുള്ള, അതായത് ലൈറ്റിൻ്റെ അതേ വെലോസിറ്റി ട്രാവൽ ചെയ്ത് ആ ഇരട്ട തിരിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ കാണുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പ്രായം ഒത്തിരി കൂടി, അദ്ദേഹം ഒരുപാട് വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നത്. അപ്പം നല്ല വൃദ്ധനായി. പക്ഷേ സ്പേസ് ഷിപ്പിൽ പോയി തിരിച്ചു വന്ന ആൾ നല്ല യങ്ങായിട്ട് പോയ ആ പ്രായത്തിനെക്കാട്ടിലും കുറച്ച് മാത്രം, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും അല്ല, കുറച്ച് യങ്ങായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം അതാണ് ശരിക്കും ട്വിൻ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഇതുപോലത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് പാരഡോക്സ് ഉണ്ട്. സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതും ഇത് തന്നെയല്ലേ ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ അതേ വേഗതയിൽ പോയപ്പം സമയം പതിയെ പോയി, അല്ലെ സമയം പതുക്കെ പോയി. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചോണേ. ഇനി അടുത്ത കൺസെപ്റ്റാണ് ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ലെങ്ത് കൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ അലക്സിനെയും മിയേനെയും നമ്മളിങ്ങോട്ട് എടുക്കുക. മിയ ആയിരുന്നോ സി എ ആയിരുന്നോ? ഓക്കെ, സി എനെ നമ്മൾ എടുക്കുകയാണ്.
അപ്പോൾ സിയ നമ്മുടെ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്ന ആളാണ്. സിയയുടെ കയ്യിലൊരു വലിയ സ്കെയിലുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സ്കെയിൽ അല്ലെങ്കിൽ ഒരു സ്കെയിലുണ്ട്. ഇപ്പോൾ ഒരു 5 എന്താണ് പറയുക, മീറ്ററോ എന്തെങ്കിലും ഉള്ള ഒരു സ്കെയിലുണ്ടെന്ന് വിചാരിക്കാം. എത്രയെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എനിവേസ് ഒരു എക്സ് എന്ന് മിസ്സ് പറഞ്ഞാൽ അത്രയുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരി ഇങ്ങനെ കയ്യിൽ വെച്ചേക്കുവാണ്. അപ്പോൾ ആ സ്കെയില് വെളിയിൽ നിന്നുകൊണ്ട് നമ്മുടെ അലക്സ് കണ്ടാൽ 5 എന്നുള്ളത് ചിലപ്പോൾ 2 ആയിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അവിടെ ലെങ്ത് കൺട്രാക്റ്റ് ചെയ്തു. അപ്പം സിയയുടെ പ്രത്യേകത എന്താ? സിയ ഒരു ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിനിലിരിക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരുടെ കയ്യിലിരിക്കുന്ന സ്കെയിലിൻ്റെ നീളം, അല്ലെങ്കിൽ ഇതിനെ മിസ്സിന് പറയുകയാണെങ്കിൽ നമ്മുടെ മേളിൽ കൂടെ നമ്മുടെ എയ്റോപ്ലെയിൻ പോകുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു ചെറിയൊരു സാധനം അല്ലേ? എന്നാൽ അതിനെ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വലുതാണ് അല്ലേ? അതിനോട് നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ കൺസെപ്റ്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു പെർട്ടിക്കുലർ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ലെങ്ത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ലെങ്ത് അവിടെ കുറയുന്നതായിട്ടാണ് ഒബ്സർവറിന് തോന്നുന്നത്. അപ്പോൾ 2 പേരും 2 പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എൻ്റെ മക്കൾ മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും ഐൻസ്റ്റീൻ പറയാൻ ഉദ്ദേശിച്ചേക്കുന്ന സർ ഐൻസ്റ്റീൻ പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്താണെന്നറിയോ? സ്പേസും ടൈമും ഒരിക്കലും ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ന്യൂട്ടൻ്റെ കൺസെപ്റ്റ്സ്, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ കൺസെപ്റ്റ് ഇവിടെ തന്നെ നമ്മൾ അടുത്തൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതെല്ലാം റിലേറ്റിവിറ്റിയാണ് കേട്ടോ. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനും ഉണ്ട്, അതുപോലെ തന്നെ ലോറൻസ് ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. ഇപ്പോൾ ഗലീലിയൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പേസും അതുപോലെ തന്നെ ടൈമും എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് അപ്പോൾ ഇത് നമ്മൾ ന്യൂട്ടൻ്റെ ലോയിലേക്ക് വരുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഒരു ബോള് മുകളിലേക്ക് ട്രെയിനിൻ്റെ അകത്ത് നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇടുവാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സും അതുപോലെ തന്നെ അത് പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണുന്ന അലക്സ് അതിനെക്കുറിച്ച് മെഷർ ചെയ്താലും അതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റീസും സെയിമായിട്ട് തന്നെ വരത്തുള്ളൂ എന്നുള്ളതാണ് ഗലീലിയൻ്റെ ഒരു നിഗമനം. ഗലീലിയൻ അതാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇപ്പം മിയ എന്ന് പറയുന്ന ഒരാളൊരു ട്രെയിനിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്. ഓളൊരു ബോൾ മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അകത്തിരുന്ന്. അപ്പോൾ ഗലീലിയൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് മിയേനെ റിലേറ്റ് ചെയ്തിട്ട് എത്ര ഫാസ്റ്റിലാണ് ആ ബോൾ പോവുക, അല്ലെങ്കിൽ മിയ ഒരു ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അലക്സ് വെളിയിൽ നിൽക്കുവാണ്, മിയ അകത്തിരുന്ന് ഒരു ബോൾ മുകളിൽ നിന്ന് താഴേക്ക് എറിയുവാണ്. അപ്പോൾ ഗലീലിയൻ പറയുന്നത് അപ്പം ഗലീലിയൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അലക്സ് എങ്ങനെയായിരിക്കും ഇത് കാണുന്നത്, അതായത് ആ ബോളിൻ്റെ ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ ബോളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഗലീലിയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ടോട്ടൽ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ട്രെയിനിൻ്റെ വെലോസിറ്റി എത്രയാണ് പ്ലസ് വി ബോൾ, അതായത് ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച് വെലോസിറ്റി ഓഫ് ബോൾ ഫ്രം ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് എറിയുന്ന ആ ഒരു വെലോസിറ്റി. അപ്പോൾ വി ടോട്ടൽ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ട്രെയിനിൻ്റെ വെലോസിറ്റി മിസ് പറയുകയാണ് 30. അതുപോലെ തന്നെ ബോളിൻ്റെ വെലോസിറ്റി 20 വെച്ചോ, ഓരോന്ന് മീറ്റർ പെർ സെക്കൻഡ്സിൽ. അങ്ങനെയാണെങ്കിൽ വി ടോട്ടൽ എന്ന് പറയുന്നത് ട്രെയിനിൻ്റേത് 30 പ്ലസ് ബോളിൻ്റേത് 20 വിച്ച് ഈസ് ഈക്വൽ ടു 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതായത് ഒരു സ്പീഡിൽ പോകുന്ന ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ ആ സ്പീഡിൽ പോകുന്നതിൻ്റെ വെലോസിറ്റി പ്ലസ് ആ പ്രോസസ്സിൻ്റെ വെലോസിറ്റി, നോർമലായിട്ട് ഗലീലിയൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ മതി എന്നതാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി, ഇതിനൊരു കുഴപ്പമില്ല. പ്രശ്നം ആരംഭിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് ഓക്കെയാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വരുന്നതെന്ന് നോക്കിയേ. ഇനിയും ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മിസ് എന്താ പറഞ്ഞത്, ഒരു മൂവിങ് ട്രെയിനിലിരുന്ന് സിയ എന്ത് ചെയ്യുക, മേളിലേക്കും താഴേക്കും ബോൾ എറിയുവാണ്. അങ്ങനെയാണെങ്കിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ട്രെയിനിൻ്റെ വെലോസിറ്റിയുടെ കൂടെ എറിയുന്ന ബോളിൻ്റെ വെലോസിറ്റിയും കൂടെ കണ്ടാൽ മതി. മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇനി മിയ എന്ന് പറയുന്ന മിയ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലിരിക്കുക. സൂപ്പർ ഫാസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ഫാസ്റ്റ് വെലോസിറ്റിയിലാണ്, അത്ര സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിനിലിരിക്കുവാണ് കേട്ടോ. അത് മൂവ് ചെയ്യുന്ന സ്പീഡെന്ന് പറയുന്നത് 0.9 C ആണെന്ന് വെച്ചോ. C എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റിന് അപ്രോക്സിമേറ്റ് ആയിട്ട്
എന്ന് വിചാരിക്കും. അവൾ അതിൻ്റെ അകത്തിരുന്നുകൊണ്ട് ബോളല്ല എറിയുന്നത്. അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ ഇരുന്ന് ഷൈൻ ചെയ്യിക്കുവാണ്. ഷൈൻസ് എ ഫ്ലാഷ് ലൈറ്റ് ഫോർവേഡ്. അതായത് മുൻപിലേക്കൊരു ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ വിൻഡോയിൽ നിന്ന് ഇങ്ങനെ തലപൊക്കിയോ അല്ലെങ്കിൽ എനിവേ മുമ്പിലേക്ക് അവൾ അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗലീലിയൻ പറയുന്നതനുസരിച്ച്, ഗലീലിയൻ എന്താ പറയുന്നത്, വെലോസിറ്റി ടോട്ടൽ എന്ന് പറയുന്നത് ഓൾ പോകുന്ന ട്രെയിനിൻ്റെ വെലോസിറ്റി, അപ്പോൾ ഇത് ഇത്രയാണ്, പ്ലസ് അവൾ അടിക്കുന്ന ലൈറ്റിൻ്റെ സ്പീഡ് സി എന്ന് മിസ് എടുക്കുവാണ് അല്ലേ, 3.8. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടും? 1.9 ടൈംസ് ഓഫ് സി. ഇത് പോസിബിൾ ആണോ? ഒരു വസ്തുവിനും ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ സഞ്ചരിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ 1.9 ടൈംസ് ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റിൽ സഞ്ചരിക്കാൻ പറ്റുമോ? നെവർ എവർ. ഇതൊരിക്കലും പറ്റത്തില്ല. ഈ ഒരു എന്താ പറയുക ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഡൗട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗലീലിയൻ പറഞ്ഞത് എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്താൽ മതി, നമുക്ക് ജസ്റ്റ് പുതിയ വെലോസിറ്റീനെ ആഡ് ചെയ്ത് ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ലൈറ്റിൻ്റെ കേസ് വരുമ്പോൾ ലൈറ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ ഇതൊരിക്കലും പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്താണ് ലോറൻസിൻ്റെ ഇക്വേഷൻസ്, ഇതിനെയാണ് പറയുന്നത് ലോറൻസ് വെലോസിറ്റി അഡീഷൻ. ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഒരു സ്പേസ് ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഹൈ സ്പീഡിൽ പോകുന്ന ഒരു സംഭവത്തിൽ, അപ്പോൾ അത് സ്പേസ് ഷിപ്പ് v വെലോസിറ്റിയിലാണ് പോകുന്നത്. ഇതിൻ്റെ അകത്തിരുന്ന് ഒരാൾ ബോൾ മേളിലേക്ക് എറിയുവാണ്. അതിൻ്റെ വെലോസിറ്റി u' ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒബ്സർവർ, അലക്സിനെ തന്നെ എടുത്തോ. അലക്സ് അപ്പോൾ ഇതിരുന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റിലേറ്റിവിറ്റി എന്ന് പറയുന്നൊരു ടേം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെറുതെ നമുക്ക് v ടോട്ടൽ ഈക്വൽ ടു v ഈ സ്പേസ് ഷിപ്പ് പോകുന്ന വെലോസിറ്റി പ്ലസ് v ഇവൾ ബോൾ എറിയുന്ന വെലോസിറ്റി എന്ന് പറയാനേ പറ്റില്ല. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ പറയുന്നത് യു എന്ന് പറയുന്നത് പുതിയ വെലോസിറ്റി അല്ലേ. യു എന്ന് പറയുന്നത് എന്തേ വരത്തുള്ളൂ, ദാറ്റ് ഈസ് u' പ്ലസ് v ബൈ 1 പ്ലസ് u' v ബൈ സി. ഇതൊക്കെ ഞാൻ കറക്റ്റ് നോട്ട്സിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലോറൻസ് വെലോസിറ്റി അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി പെട്ടെന്ന് നമുക്ക് പോസ്റ്റ്ലേറ്റ്സിലേക്ക് പോകാം. നോക്കിയാൽ ഐൻസ്റ്റീൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റാണ് റിലേറ്റിവിറ്റിയിലുള്ളത്. ഒന്നാമത്തെ കാര്യം പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി. ദ ലോസ് ഓഫ് ഫിസിക്സ് ആർ ദ സെയിം ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിം. ഏത് ഇനേർഷ്യൽ ഫ്രെയിം എടുത്താലും ഫിസിക്സിൻ്റെ ലോ എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി ഫിസിക്സിൻ്റെ ലോ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് അതായത് ഏത് ഇനേർഷ്യൽ ഫ്രെയിം എടുത്താലും, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പലർക്കും പല പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ അവർ പറയുന്ന അതിലെല്ലാം ഫിസിക്സിൻ്റെ ലോ സെയിം ആണെന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അതെങ്ങനെ ശരിയാകും? നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഓരോ ഫ്രെയിം ഓഫ് റെഫറൻസിലും ഓരോ മെഷർമെൻറ്റ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഫിസിക്സിൻ്റെ ലോ സെയിം ആവുന്നത്? അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് മിസ് ആദ്യത്തെ ഇതിൽ തന്നെ ലെന്ത് കൺട്രാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് ഫിസിക്സിൻ്റെ ലോ സെയിം എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് ടൈമും സ്പേസും സെയിം ആണെന്നുള്ള കൺസെപ്റ്റ് അല്ല. ഫിസിക്സിൻ്റെ ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോയിനെ എവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അതായത് ഇപ്പം മിസ് പറഞ്ഞല്ലോ, എന്താ പറയുക, ഒരാൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, ഒരാൾ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ അകത്തിരുന്നുകൊണ്ട് ബോൾ മുകളിലോട്ടിട്ട് ബോൾ താഴേക്ക് വരും. പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അലക്സ് ബോൾ മുകളിലേക്കിട്ട ബോൾ താഴേക്ക് വരും. അപ്പോൾ അവിടെ എല്ലാം ഗ്രാവിറ്റി അലോ ചെയ്യുന്നുണ്ട്. ഏത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിക്കോട്ടെ, ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൽ കൂടെ ബോൾ മുകളിലേക്കിട്ട താഴെ വരും. അപ്പോൾ ഗ്രാവിറ്റി അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക അതിൻ്റെ മോഷൻ കണ്ടുപിടിക്കുന്നത് ആ വസ്തുവിൻ്റെ അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ കണ്ടുപിടിക്കുന്നത് സെയിം തന്നെയാണ്. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഇനി ട്രെയിനിൻ്റെ അകത്ത് മാത്രമാണോ ഇത്? സ്പീഡ് ഓഫ് ലൈറ്റിന് അതേ കൺസെപ്റ്റിൽ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയും ലോ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത് സെയിം തന്നെ. ഇപ്പം മിസ്സ് പറയാണ് നമ്മളൊരു സ്പേസ് ഷിപ്പിൻ്റെ അകത്താണ് എന്ന് വെച്ചാൽ അത്രയും വെലോസിറ്റിയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ഫിസിക്സ് അവിടെ വർക്കാകും. അത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ നമ്മളൊരു സ്പേസ് ഷിപ്പിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, നമ്മുടെ കയ്യിലൊരു ക്ലോക്ക് ഉണ്ട്, അത് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്യുന്നുണ്ട് നോർമലി. അപ്പം ഞാൻ അതിൻ്റെ അകത്തിരിക്കുവാണെങ്കിൽ എനിക്ക് ആ സമയം നോർമലായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ ക്ലോക്ക് എടുത്ത് മുകളിലേക്ക് ഇട്ടാൽ ക്ലോക്ക് താഴേക്ക് വരും. അതേസമയം എർത്തിലിരിക്കുന്ന ഒരു ഒബ്സർവറിനാണ് അതിൻ്റെ സമയം കുറയുന്നതായിട്ട് തോന്നുന്നത്. അവിടെ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്ക് ഫിസിക്സിൻ്റെ ലോ എല്ലാം സെയിം ആണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇയാളുടെ കയ്യിലിരിക്കുന്ന ക്ലോക്കിലെ എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ക്ലോക്ക് മുകളിലേക്ക് ഇട്ടാൽ താഴോട്ട് വരും. അപ്പോൾ ഓരോരുത്തർ ഇരിക്കുന്ന കാര്യത്തിലെല്ലാം ഫിസിക്സിൻ്റെ ലോ സെയിം ആണ്. ഇതിനെ റിലേറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ
ഫിസിക്സിൻ്റെ ലോ, അതായത് ഗ്രാവിറ്റി ആയിക്കോട്ടെ, ന്യൂട്ടൻ്റെ ലോസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ എന്താണ് അവിടെ ഒബേ ചെയ്യുന്നത് സെയിം ആയിട്ടായിരിക്കും. ഇത് നന്നായിട്ട് ഓർത്തിരിക്കണം. ദാറ്റ് ഈസ് എന്തൊക്കെയാണ് അതായത് ന്യൂട്ടൻ്റെ ലോസ്, അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോ ഡിസ്ട്രോയിഡ് എന്ന് നമ്മൾ പഠിക്കുമല്ലോ. അതുപോലെ തന്നെ മാക്സ്വെൽസ് ഇക്വേഷൻ ഫോർ ലൈറ്റ് എക്സെട്ര, ഇതെല്ലാം വർക്ക് exactly the same way no matter where you are or how fast you are moving. This sentence is very important as long as you are not accelerating. നമ്മൾ ആക്സിലറേറ്റ് ചെയ്യാത്തിടത്തോളം ഇത്രയും ഓർത്താൽ മതി. ന്യൂട്ടൺസ് ലോസ്, കൺസർവേഷൻ ഓഫ് എനർജി, മാക്സ്വെൽസ് ഇക്വേഷൻസ് ഫോർ ലൈറ്റ് എക്സെട്ര വർക്ക് എക്സാക്ട്ലി ദ സെയിം വേ നോ മാറ്റർ വെയർ യു ആർ. നമ്മൾ എവിടെയാണെന്ന് ഉള്ളത് ഇറ്റ്സ് ഡസൻറ്റ് എ പ്രോബ്ലം ഓർ ഹൗ ഫാസ്റ്റ് യു ആർ മൂവിങ്, എത്ര സ്പീഡിലായിക്കോട്ടെ ലോസ് ഓഫ് ഫിസിക്സ് എല്ലാ ഫ്രെയിമിലും സെയിം ആയിരിക്കും. ആൻഡ് ലോസ് ഓഫ് ഫിസിക്സ് ഡസൻറ്റ് മീൻ ദാറ്റ് ടൈം ആൻഡ് സ്പേസ് ആർ സെയിം. ഇനി മിസ് ഒരു കാര്യം ഇവിടെ പറഞ്ഞു തരട്ടെ. ടൈം ആൻഡ് സ്പേസ് സെയിം അല്ലെന്ന് പറയാനായിട്ട് എപ്പോഴും ഓർത്തോണം, ഏത് പർട്ടിക്കുലർ കേസ് എടുത്താലും സ്പീഡ് ഓഫ് ലൈറ്റ് അവിടെ സെയിം ആയിട്ടേ വരുള്ളൂ. ലൈറ്റിൻ്റെ സ്പീഡ് മാറ്റാനേ പറ്റില്ല. നമുക്ക് മേ ബി എന്തെങ്കിലും മീഡിയം ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാമായിരിക്കും, അത്ര മാത്രമേ മിസ്സിന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കുറയ്ക്കാനോ അതിൻ്റെ പെർട്ടിക്കുലർ സ്പീഡിൽ നിന്ന് മാറ്റാനോ പറ്റുമെന്ന് മിസ്സ് പറയുന്നില്ല. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മീഡിയം ഉപയോഗിച്ച് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് എപ്പോഴും സെയിമിലേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഗലീലിയൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ടൈമും ഇതാണ് കേട്ടോ. ഇതിലെ ഫൈനലായിട്ടുള്ള സമ്മറി പറയാനാണെങ്കിൽ ടൈമും സ്പേസും ഫിക്സ്ഡ് ആണെന്നാണ് ഗലീലിയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സമയവും സ്പേസും എല്ലാവർക്കും ഫിക്സ്ഡാണ്. ടൈമിനും മാറ്റമില്ല, സ്പേസിനും, ഈ യൂണിവേഴ്സിലെല്ലാം ഇത് രണ്ടും ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ടും ഫിക്സ്ഡ് ആണെങ്കിൽ ഒരിക്കലും എല്ലാ പർട്ടിക്കുലർ കേസിലും ലൈറ്റിൻ്റെ സ്പീഡ് സെയിം ആയിട്ട് കിട്ടത്തില്ല. അപ്പോഴാണ് ലോറൻസ് പറയുന്നത് ഒരിക്കലും ടൈമും സ്പേസും ഒരിക്കലും ഫിക്സ്ഡ് അല്ല, ഇതിന് ബെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓർത്ത് നോക്ക്, ഞാൻ പറയാണ് എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല പല ഷേപ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ട്. പല പല ഷേപ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ട്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ നടക്കേണ്ടത്. അതായത് അത് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ ഒരാൾ എന്നോട് വന്ന് പറയുകയാണ്, ശരി നീ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തല്ലോ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തോ, നിനക്ക് ഞാൻ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക കേട്ടോ. നിനക്ക് ഞാൻ ഈ സ്കെയിൽ തരാം നിനക്കിത് പ്രിപ്പയർ ചെയ്യാൻ, പക്ഷേ ഈ സ്കെയിലിനെ നിനക്ക് ബെൻഡ് ചെയ്യാനേ പറ്റില്ല, ഈ സ്കെയിൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്കത് വെച്ചിട്ട് ട്രയാങ്കിളോ സ്ക്വയറോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൺസെപ്റ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആക്കണമെങ്കിൽ അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റൻ്റ് ആക്കണമെങ്കിൽ പല കാര്യങ്ങൾ കുറച്ചും കൂട്ടിയും ബെൻഡ് ചെയ്ത് അതിലേക്ക് എത്തിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അനങ്ങാത്തൊരു സ്കെയിൽ തന്നാൽ അതിലേക്ക് എത്തിക്കാമെന്ന് പറയുന്നത് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ടൈമും സ്പേസും ഫിക്സ്ഡ് ആക്കുവാണെങ്കിൽ എല്ലാ കേസിലും സ്പീഡ് ഓഫ് ലൈറ്റിനെ നമുക്ക് കിട്ടത്തില്ല, സെയിം ആയിട്ട് കിട്ടത്തില്ല. അതേസമയം ഒരാൾ എന്നോട് വന്ന് പറയുകയാണ്, ഇന്ന് ഒരു സ്കെയിൽ പിടിച്ചു, ഇതിനെ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീ ബെൻഡ് ചെയ്തോ, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് പ്രിപ്പയർ ചെയ്ത് തന്നാൽ മതി എന്ന് പറയുകയാണ്. ഇറ്റ്സ് ഈസി ഫോർ മീ, റൈറ്റ്? ദാറ്റ് സെയിം ലോജിക്ക് നമ്മൾ പറയുകയാണ്, ടൈമും സ്പേസും അപ്പോൾ ഫിക്സ്ഡ് അല്ല, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ബെൻഡ് ചെയ്യാം. അങ്ങനെയാണ് ആ കണ്ടീഷനിൽ മാത്രമേ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആവത്തുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, റിലേറ്റിവിറ്റി ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ദ സ്പീഡ്. ദാറ്റ് സംതിങ് ക്ലോസ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഇതിലെ പ്രധാന കൺസെപ്റ്റുകളെന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്, ഇപ്പം മിസ്സ് പറഞ്ഞു തന്നെ, കോൺസ്റ്റൻറ്റ് ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അടുത്ത പോസ്റ്റ്ലേറ്റ് എന്ന് വെച്ചാൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ വാക്യൂം ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ഒബ്സർവേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ദർ മോഷൻ ഓർ ദ സോഴ്സ് മോഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ലെങ്ത് ഫിക്സ്ഡ് അല്ല, ടൈം എന്ന് പറയുന്നത് അബ്സല്യൂട്ടേ അല്ല, ക്യാൻ സ്ലോ ഡൗൺ ഫോർ മൂവിങ്. അപ്പം ഗലീലിയൻ പറഞ്ഞു വെച്ചത് ടൈമും അതുപോലെ തന്നെ സ്പേസും ഒക്കെ അബ്സല്യൂട്ട് എന്ന് വെച്ചിട്ട് പെർട്ടിക്കുലർ വാല്യൂ ഫിക്സ്ഡ് ആണ്, പക്ഷെ അബ്സല്യൂട്ട് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഇതിനകത്ത് പഠിക്കേണ്ടത് ഇതൊക്കെ മിസ് ഇത്രയും നേരം പറഞ്ഞ കൺസെപ്റ്റുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ഇനി കോൺസിക്വൻസ് ഓഫ് റിലേറ്റിവിറ്റി, അതായത് റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടേനിറ്റിയുടെ പറയട്ടെ. പിന്നെ കുറച്ച് ഇക്വേഷൻസ് മിസ് കാണിക്കാം കേട്ടോ. ആ ഇക്വേഷൻസ് അങ്ങനെ തന്നെ ഒന്ന് നന്നായിട്ട് എല്ലാ ദിവസവും നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് കാണിക്കാവേ. അതിന് മുമ്പ് നമുക്ക് റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടേനിറ്റി നോക്കാം.
ഇപ്പോൾ ഇക്വേഷൻ പോട്ടെ, എന്താണ് റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടേനിറ്റി എന്താണെന്നൊന്ന് വായിച്ചു നോക്കിയേ. മീൻസ് 2 events that are simultaneous in one frame. ഒരു ഫ്രെയിം എടുത്താൽ ആ ഫ്രെയിമിൽ ഒന്നിച്ച് നടക്കുന്ന ഈവൻറ്റുകളാണെന്ന് വിചാരിക്കുക. മേ നോട്ട് ബി സൈമൾട്ടേനിയസ് ഇൻ അനദർ മൂവിങ് ഫ്രെയിം. വേറൊരു ഫ്രെയിമിൽ അത് സൈമൾട്ടേനിയസ് ആയിട്ട് തോന്നത്തില്ല. ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ കാണിച്ച് മിസ് പറഞ്ഞുതരാവേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ ഐസ്ക്രീം വണ്ടിയൊക്കെ കണ്ടിട്ടില്ലേ, ഐസ്ക്രീം കൊണ്ടുപോകണത്. അങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഐസ്ക്രീം കൊണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൊരു ഓണറും ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം പുള്ളിക്കാരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് റോഡാണ്, ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇനിയും അപ്പോൾ സൈഡിലായിട്ടാണ് കേട്ടോ ഇയാൾ നിൽക്കണത്. ഒരു മിനിറ്റ് നോക്കിക്കേ മക്കളെ, ഇത് നമ്മുടെ ഐസ്ക്രീം വണ്ടിയാണ്. ഐസ്ക്രീം വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുവാണ്. അപ്പം നമ്മുടെ ബിയും എയും ഒന്നിച്ച് ക്ലാപ്പ് ചെയ്തു. എന്നുവെച്ചാൽ എന്താ, എനിക്ക് വേണം ഐസ്ക്രീം വേണമെന്നുള്ള രീതിയിൽ ഒന്നിച്ച് ക്ലാപ്പ് ചെയ്തു. അപ്പോൾ സി എന്ന് പറയുന്ന ആൾക്ക് മനസ്സിലായി ഇവർ രണ്ടും ഒന്നിച്ചാണ് ക്ലാപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ വണ്ടിയിലിരിക്കുന്ന ആളിനെ സംബന്ധിച്ചോളം എ ആണ് ആദ്യം ക്ലാപ്പ് ചെയ്തതായിട്ട് തോന്നത്തുള്ളൂ. കാരണം ഈ ഈ ഐസ്ക്രീം വണ്ടിയിലിരിക്കുന്ന ആൾ എയിലേക്കാണ് വരുന്നത്, അതായത് ബി പുറകിലാണ്. അപ്പോൾ ബീനെ കടന്ന് എയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്ക് തോന്നുന്നത് എ ആണ് ആദ്യം ക്ലാപ്പ് അടിച്ചത്. പക്ഷേ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കറിയാം രണ്ടുപേരും ഒരേ സമയത്താണ് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ അല്ലെങ്കിൽ ഓൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ചെയ്ത ഒരു പ്രവൃത്തി വേറൊരാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ രണ്ട് സമയത്തായിട്ട് തോന്നും. മനസ്സിലായോടാ? ദിസ് ഈസ് ആക്ച്വലി സിംപ്ലി ദ റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടേനിറ്റി. വേറൊരു എക്സാമ്പിൾ വേണേൽ നോക്കാം. നോക്കൂ, ഇത് തന്നെ. അതായത് നോക്കിക്കേടാ, നോക്കിക്കേ ഈ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടോട്ടും രണ്ട് ലൈറ്റ് ഒരുപോലെ ഫ്ലാഷ് ചെയ്യുവാന്ന് വെച്ചോ. ഈ സൈഡിൽ നിൽക്കുന്ന സിക്ക് അറിയാം രണ്ട് പേരിലേക്ക് ഒന്നിച്ചാണ് ലൈറ്റ് എത്തിയെന്ന്. പക്ഷേ ഈ ഡിയിലിരിക്കുന്ന വെഹിക്കിൾ ഓടിക്കുന്ന ആളാണ് ഡി. അപ്പോൾ ഡിക്ക് തോന്നുന്നത് ആദ്യം ബിയിലേക്കാണ് ലൈറ്റ് എത്തിയെന്ന്. കാരണം ഈ വണ്ടി ബിയിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന സംഭവം അവിടെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ശരിക്കും റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടേനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കേസ്, അപ്പോൾ അല്ലെങ്കിൽ എന്താണ്, ഒരാളൊരു വണ്ടിയിലേക്ക് രണ്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചോ ആരെങ്കിലും ഒരാൾ. അപ്പോൾ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി രണ്ട് സൈഡിലേക്ക് ഒന്നിച്ചാണ് ലൈറ്റ് വരുന്നത്. പക്ഷേ ആ ഓടിക്കുന്ന ആൾക്ക് ഫ്രണ്ടിലേക്കാണ് ലൈറ്റ് വരുന്നതായിട്ട് തോന്നുന്നത്. കാരണം ബാക്ക് അയാൾ കാണുന്നില്ല അല്ലേ, ബാക്ക് കടന്നു പോയി അയാളിന്ന്. ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെ, ഒത്തിരി പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇതിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇക്വേഷൻസ് ഓരോന്നോരോന്ന് നോക്കിയേ. ആദ്യം പഠിക്കേണ്ട ഇക്വേഷൻസ് നോക്കിയടാ, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഹൈ സ്പീഡിൻ്റെ സമയത്തുള്ള ട്രാൻസ്ഫോർമേഷനാണ്. ഇക്വേഷൻ ഇപ്പം തന്നെ എഴുതി വെച്ച് പഠിക്കണം. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ പറയുന്നത് പൊസിഷൻ ട്രാൻസ്ഫോം ആകുന്നുണ്ട്. അതുപോലെ ടൈം ടി എന്ന് പറയുന്നത് പെർട്ടിക്കുലറായിട്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ട്. അല്ലാതെ ഹൈ സ്പീഡിൽ നോർമൽ ആയിട്ടുള്ള കാര്യമല്ല, അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ എഴുതിയേക്കുന്ന ഗാമയാണ് കേട്ടോ, ഗാമ. മിസ് വായിക്കാം, എക്സ് ഡാഷ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എക്സ് മൈനസ് വി ടി. ഗാമ എന്ന് പറയുന്നത് 1/√(1-v²/c² എന്നാണ് കേട്ടോ. ഗാമ എന്ന് വെച്ചാൽ ശരിക്കും ലോറൻസ് ഫാക്ടറാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി വെച്ച് പഠിക്കണേ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മിസ് പറഞ്ഞു പോവാവേ. ഇനി ടൈം ഡയലേഷൻ കണ്ടോ, അതായത് സ്പേസ് ഷിപ്പിൽ ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ സഞ്ചരിക്കുന്ന ആളുടെ ക്ലോക്ക് കുറച്ച് പതിയെ ടിക്കാകത്തുള്ളൂ. T0 എന്ന് പറയുന്ന പ്രോപ്പർ ടൈം, അതായത് കറക്റ്റ് ടൈം. ഡെൽറ്റ ടി നമുക്ക് തോന്നുന്നത് എന്ത് മാറ്റമാണ് വരുന്നത്, ഗാമ ഡെൽറ്റ T0. ഇപ്പോൾ ഗാമ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ലെങ്ത് കൺട്രാക്ഷൻ L=L0/ഗാമയാണ്. L=L0/. ഗാമ എന്ന് പറയുന്നത് 1/√(1-v²/c² ആണ്. അപ്പോൾ L0 ഇത് മേളിലേക്ക് പോകുമ്പോൾ 1-v²/c² എന്നാവും. അതുപോലെ തന്നെ ലോറൻസ് ആൻഡ് ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ഇത് ലോറൻസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ഇത് ലോറൻസിൻ്റെ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് ലോറൻസ് ട്രാൻസ്ഫോർമേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം കിട്ടുന്നത്. അപ്പോൾ ഇതും ഒന്ന് പഠിച്ചു വെക്കുക, ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. പിന്നെ എഴുതി വെക്കേണ്ട ഇക്വേഷൻ നോക്കിയേടാ, ഏതാണ്,
മാസ് എനർജി ഇക്വലൻസ്. മാസും എനർജിയും 2 ഫോംസ് ഓഫ് ദ സെയിം തിങ്സ് ആണ്. അപ്പോൾ മാസ് എനർജി ഇക്വലൻസ് എന്താണ് പറയുന്നത് ചിലപ്പോൾ ഗേറ്റ് കുറേയൊക്കെ ഈ തവണ മിക്കവാറും തിയറിയൊക്കെ, കാരണം ഗുവാഹത്തി നടത്തുന്നതുകൊണ്ട് IIT ഗുവാഹത്തി നടത്തുന്നതുകൊണ്ട് കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അവർ കുറച്ചുകൂടെ തിയറിയുടെ ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് മിസ് കൺസെപ്റ്റ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ E=mc². അപ്പോൾ മാസും എനർജിക്കും ഒരേ സെയിം തിങ്ങിൻ്റെ 2 ഫോം ആണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ റിലേറ്റിവിസ്റ്റിക് മാസ് ആൻഡ് മൊമെൻറ്റം പഠിച്ചു വെക്കണേ. റിലേറ്റിവിസ്റ്റിക് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് മിസ്സ് അപ്ലോഡ് ചെയ്യാം. അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏതൊക്കെ ഇക്വേഷൻ ആണെന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൺസെപ്റ്റ് ആദ്യം പഠിക്കുക കേട്ടോ. പ്രോബ്ലം ചെയ്യാനുള്ള സെപ്പറേറ്റ് ഇക്വേഷൻസ് മിസ്സ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പറ്റത്തില്ല, കുറച്ചും കൂടെ ലെങ്ത് കുറഞ്ഞ, ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റില്ല, കുറച്ചും കൂടെ ലെങ്ത് കുറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഷോർട്സ് തീരെ നമുക്ക് പറ്റില്ല, കുറച്ചും കൂടെ ലെങ്ത് വേണം. അപ്പോൾ അത് മിസ്സ് സെപ്പറേറ്റ് നാളെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മക്കൾ ഓർത്തിരിക്കേണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ നോട്ടൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇനി നിങ്ങൾ ഇതിന് കുറേ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം മിസ്സ് കുറേ എക്സാമ്പിൾസ് സഹിതമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. പിന്നെയും കൺസെപ്റ്റിലേക്ക് അധികം ഇരിക്കേണ്ട കാര്യമില്ല, പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത്രയും കൺസെപ്റ്റെങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. CSIR നെറ്റ് ഗേറ്റ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ആണ് വേണ്ടത്. എൻ്റെ മക്കൾ ഇത്രയും കൺസെപ്റ്റ്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.